ധന്യനായ യേശുക്രിസ്തുവിൻ തിരുനാമത്തിൽ നിങ്ങൾക്കേവർക്കും വന്ദനങ്ങൾ. നമ്മൾ ഒരു പഠന പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. ബൈബിളും ഖുർആനും. ഈ ബൈബിൾ ഖുർആൻ താരതമ്യ പഠനത്തിൻ്റെ ആവശ്യകത ഇസ്ലാം ക്രൈസ്തവ സംവാദങ്ങളെ അടുത്തും അകലെയും നിന്ന് വീക്ഷിച്ച പതിനായിരക്കണക്കിനായ IBT മീഡിയയുടെ അനുവാചകർ, അതിനെ സ്നേഹിക്കുന്ന, അതിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ ഇത്തരമൊരു പഠനത്തിൻ്റെ ആവശ്യകത സൂചിപ്പിച്ചു. വാസ്തവത്തിൽ ഇപ്പോൾ ഇസ്ലാം ക്രൈസ്തവ സംവാദം അപ്രസക്തമായി കണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അതിന് കാരണം ഈ മേഖലയിൽ ഇന്ന് ഇസ്ലാം സംവാദകരെ കിട്ടാനില്ല എന്നുള്ളതാണ്. വെല്ലുവിളിയൊക്കെ നടത്തിയിട്ട് വെല്ലുവിളി ക്രൈസ്തവർ ഏറ്റെടുക്കുമ്പോഴേക്കും മാളത്തിൽ ഒളിക്കുന്ന ഒരുതരം ഭീരുക്കളാണ് ഈ ഇസ്ലാമിലെ ദാവപ്രഭാഷകരായ സംവാദകർ. പേരെടുത്ത് പറഞ്ഞാൽ മുജാഹിദ് ബാലുശ്ശേരി അത് തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ അടുത്ത കാലത്ത് ഹാരിസ് മദനി, MM അക്ബർ, ബഹുമാനപ്പെട്ട മുഹമ്മദ് ഈസ, ഇവരൊക്കെ തന്നെ ഒരു പരസ്യവേദിയിലെ ഞങ്ങളുമായുള്ള സംവാദത്തെ ഭയപ്പെടുന്നത് അവർക്ക് പാണ്ഡിത്യമില്ലാഞ്ഞിട്ടല്ല, അവർ കൈകാര്യം ചെയ്യുന്ന ഖുർആൻ്റെയും ഹദീസുകളുടെയും അതുവഴി ഇസ്ലാമിൻ്റെയും ആശയ പാപ്പരത്വം അവരെ പിന്നോട്ടടിക്കുന്നു. ഈ ഘട്ടത്തിൽ ഞങ്ങളും തീരുമാനിച്ചു, ഏതാണ്ടൊക്കെ അപ്രസക്തമായിട്ടുള്ള ഇസ്ലാമിക ചർച്ചാ പരിസരത്ത് നിന്ന് വളരെ പ്രയോജനപ്രദമായ മറ്റിടങ്ങളിലേക്ക് മാറണം. അങ്ങനെ ഒരു ചിന്ത ഞങ്ങൾ ക്ലബ് ഹൗസിലൊക്കെ പങ്കിടുന്ന വേളയിൽ എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾ പറഞ്ഞത്, ഞങ്ങൾക്ക് ഇസ്ലാമിനെ പറ്റിയും ക്രിസ്ത്യാനിറ്റിയെ പറ്റിയും ബൈബിൾ, ഖുർആൻ ഇവയെപ്പറ്റിയൊക്കെ പഠിക്കണം. പരിമിതമായ എൻ്റെ അറിവുകൾ ഞാനിത് സംബന്ധിച്ച് നിങ്ങളുമായി പങ്കിടുവാൻ വേണ്ടിയിട്ട് ഒരു പരമ്പര പോലെ ചില വീഡിയോകൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ മറ്റുള്ളവരിൽ എത്തിക്കണം. മുസ്ലിം സുഹൃത്തുക്കൾ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ആശങ്കകളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. അത് കമൻ്റായിട്ട് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോയിൽ അതിനുള്ള മറുപടിയോടുകൂടി രംഗത്ത് വരുന്നതാണ്. അതുകൊണ്ട് നമുക്കിന്ന് ഈ പ്രസക്ത വിഷയത്തിലേക്ക് കിടക്കാം. ഒരു വിശ്വാസ സംഹിത എന്ന നിലയിൽ ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാന വിശ്വാസം എന്താണ്? അതിൻ്റെ മാനദണ്ഡം എന്താണ്? ഇസ്ലാമിൻ്റെ വിശ്വാസം എന്താണ്? അവ തമ്മിലുള്ള ആ സന്തുലിതമായ ഒരു വിശകലനത്തിൽ ഏത് വിശ്വാസമാണ് മേന്മയുറ്റത്, മാനവികമായിട്ടുള്ളത്? ഏത് വിശ്വാസ സംഹിത പഠിപ്പിച്ച ആളാണ് മാതൃകാ പുരുഷൻ? എന്താണ് ഈ ജീവിത വീക്ഷണം? ഇവ രണ്ടും മുമ്പോട്ട് വെക്കുന്നത് ദൈവത്തെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച്, പുരുഷനെക്കുറിച്ച്, സ്ത്രീയെക്കുറിച്ച്, കുഞ്ഞിനെക്കുറിച്ച്, മനുഷ്യജീവിതത്തിൻ്റെ ഭാവിയെക്കുറിച്ച്, നീതി ബോധം സംബന്ധിച്ച്, ദയ സംബന്ധിച്ച്, കരുണ സംബന്ധിച്ച്, അങ്ങനെ മനുഷ്യജീവിതത്തെ സ്പർശിക്കുന്ന ആധ്യാത്മികവും ബാഹ്യവുമായ ലോകത്ത് എന്തെല്ലാമാണ് പ്രസക്തമായിരിക്കുന്നത്? ഇവ തമ്മിലുള്ള ഒരു താരതമ്യം നിങ്ങൾ നിർവഹിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളൊരു നിഷ്പക്ഷമതിയെങ്കിൽ തീർച്ചയായും ഇസ്ലാം ഉപേക്ഷിക്കാൻ ബാധ്യസ്ഥനാകും. അതിന് ഉള്ള കാരണങ്ങൾ ഞങ്ങളുടെ നൂറുകണക്കിനായ വീഡിയോകളിൽ ഇതിനകം പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. സംശയമുണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ അടുത്ത വീഡിയോയിൽ അതിന് ഉത്തരം നൽകുന്നതാണ്. അതുകൊണ്ട് ബൈബിളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ആദ്യം ക്ഷണിക്കുന്നു. ബൈബിൾ എന്ന പദം നിഷ്പാദിച്ചിട്ടുള്ളത് ടാ ബിബ്ലിയ എന്നറിയപ്പെടുന്ന ഒരു ഗ്രീക്ക് ശബ്ദത്തിൽ നിന്നാണ്. ടാ ബിബ്ലിയയുടെ അർത്ഥം പുസ്തകം എന്ന് മാത്രമാണ്. അതിൻ്റെ ഇംഗ്ലീഷ് വൽക്കരിച്ച പേരാണ് വാസ്തവത്തിൽ ബൈബിൾ എന്നത്. ടാ ബിബ്ലിയയ്ക്ക് തത്തുല്യമായ ഇംഗ്ലീഷ് ലിപ്യന്തരീകരണം അല്ലെങ്കിൽ ഈ പദം കണ്ടുപിടിച്ചിട്ടുള്ളത് ജോൺ വിക്ലിഫ് എന്ന പണ്ഡിതൻ 1382 അപ്പോൾ ടാ ബിബ്ലിയയുടെ തത്തുല്യമായ ഒരു ഭാഷാന്തരീകരണം എന്ന് പറയാനാവില്ല, ട്രാൻസ്ലിറ്ററേഷനാണ്. അല്ലെങ്കിൽ ആ പദത്തെ എങ്ങനെ ഇംഗ്ലീഷ് വൽക്കരിച്ചു എന്നതാണ് ബൈബിൾ എന്നതുകൊണ്ട് ആ പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ ബൈബിൾ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് 66 പുസ്തകങ്ങളുള്ള, പരസ്പരം വളരെ കൃത്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന, അവയുടെ നിശ്ചിതമായ വസ്തുതകളിലും വിഷയങ്ങളിലും പരസ്പരം ഇണചേർന്ന് കിടക്കുന്ന ഒരു അമൂല്യ ഗ്രന്ഥമാണ്. അതിൻ്റെ ആദ്യത്തെ എഴുത്തുകാരനും അവസാനത്തെ എഴുത്തുകാരും തമ്മിൽ പരസ്പരം കണ്ടിട്ടില്ല. അതിന് എഴുത്തുകാർ പലയിടങ്ങളിൽ ഇരുന്നു കൊണ്ട് 1400 വർഷങ്ങൾ ചിലവഴിച്ച് എഴുതപ്പെട്ട കൃതിയാണ് വിശുദ്ധ ബൈബിൾ. അതുകൊണ്ട് ഈ ബൈബിളിൻ്റെ എഴുതാൻ ഉപയോഗിച്ച കാലദൈർഘ്യം സുപ്രധാനമാണ്. വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ മനുഷ്യരുടെ ജീവിത അഭിരുചികൾ, സംസ്കാരം, അവരുടെ സാഹിത്യം, അവരുടെ ചുറ്റുപാടുകൾ, ഇത്തരത്തിലുള്ള
ഒട്ടേറെ പശ്ചാത്തലങ്ങളിലൂടെയാണ് ബൈബിൾ കടന്നു പോയിട്ടുള്ളത്. അവിടെയൊക്കെയുള്ള മനുഷ്യരോട് സംവാദിക്കാനും അവരെക്കുറിച്ച് പഠിക്കാനും വിശകലനം ചെയ്യാനും മാനവീകരിക്കപ്പെട്ട ഇന്നത്തെ ലോകത്ത്, ആധുനികവൽക്കരിക്കപ്പെട്ട മനുഷ്യമൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഈ ലോകത്ത്, ഇന്നത്തെ ഈ കാലഘട്ടത്തിലും ബൈബിളിൻ്റെ ചിന്താപരമായ അതിൻ്റെ സവിശേഷത ഇന്നും നിലനിൽക്കുന്നു ആധികാരികമായി എന്ന് പറയുമ്പോഴാണ് ഈ കൃതിയുടെ ഭംഗിയും അതിൻ്റെ സവിശേഷതകളും അത് എത്രമാത്രം ദൈവീകമാണെന്നും എത്രമാത്രം മനുഷ്യോന്മുഖമാണെന്നും അത് ബോധ്യപ്പെടുത്തി തരുന്നത്. ആദ്യം തന്നെ ഈ ബൈബിളിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ചില കാര്യങ്ങൾ പരിമിത സമയം കൊണ്ട് ഒന്ന് ഗ്രഹിച്ചിട്ട് പോകാം. ബൈബിളിന് 2 ഭാഗങ്ങളുണ്ടെന്ന് നമുക്കറിയാമല്ലോ, പഴയ നിയമവും പുതിയ നിയമവും. ഈ പഴയ നിയമം വാസ്തവത്തിൽ യഹൂദന്മാരുടെ ആധ്യാത്മിക ഗ്രന്ഥമാണ്. ആ പഴയ നിയമത്തിൻ്റെ തുടർച്ച എന്ന നിലയിൽ പുതിയ നിയമം രൂപപ്പെടുമ്പോൾ അത് ക്രിസ്ത്യാനിത്വത്തിൻ്റെ വിശ്വാസപരമായ എല്ലാ കാര്യങ്ങളുടെയും അവസാന വാക്കായിരിക്കണം. പഴയ നിയമത്തിന് അവിടെയുള്ള പ്രസക്തി എന്ത് എന്ന് ചോദിച്ചാൽ, പുതുനിയമം രൂപപ്പെട്ടു വന്നിരിക്കുന്ന അതിൻ്റെ തായ്വേര് കിടക്കുന്നത് പഴയ നിയമത്തിലാണ്. അതുകൊണ്ട് ഞങ്ങൾ പഴയ നിയമത്തെ തള്ളാറില്ല. പഴയ നിയമത്തിലെ വിഷയങ്ങളും ഉപദേശങ്ങളും സ്വീകരിക്കാറുണ്ട്, അതിലെ ധാർമ്മികമായ പ്രമാണങ്ങൾ സ്വീകരിക്കാറുണ്ട്. പക്ഷേ അതിലെ സംഭവങ്ങൾ, അതിൽ പറയപ്പെട്ട പല സംഭവങ്ങൾ, ആ സംഭവങ്ങളെ അന്നത്തെ പശ്ചാത്തലത്തിൽ തന്നെ കാണണം. ആ പശ്ചാത്തലം ഇന്ന് നിലനിൽക്കാത്തത് കൊണ്ട് അതിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള ആഖ്യാനത്തിന് പ്രസക്തിയില്ല എന്ന് തന്നെ കരുതുന്നു. എന്ന് വെച്ചാൽ പഴയ നിയമത്തിൽ കാണുന്ന യുദ്ധം എന്തുകൊണ്ട് പുതുനിയമത്തിൽ ബാധകമല്ല എന്ന് ചോദിച്ചാൽ, പഴയ നിയമം ഒരു രാജ്യത്തെ കേന്ദ്രീകരിച്ച്, ഒരു നാഷണാലിറ്റി, ഒരു ദേശീയതയെ കേന്ദ്രീകരിച്ച് ജീവിച്ചു പോരുന്ന മനുഷ്യരുടെ നിലനിൽപ്പ് പ്രശ്നമായിരുന്നു. അവർക്ക് രാജാവുണ്ട്, രാജ്യമുണ്ട്, അതുകൊണ്ട് തന്നെ പടയാളികളുണ്ട്, യുദ്ധമുണ്ട്, രാജ്യവുമായി ബന്ധപ്പെട്ട അതിർത്തി തർക്കമുണ്ട്, ആഭ്യന്തര പ്രശ്നമുണ്ട്. അവിടെയൊക്കെ ആയുധം പ്രയോഗിച്ചിട്ടുണ്ട്, അവിടെയൊക്കെ യുദ്ധം നടന്നിട്ടുണ്ട്, അവിടെയൊക്കെ ചിലതരം ഉന്മൂലനങ്ങൾ നടന്നിട്ടുണ്ട്. അത് പുതുനിയമത്തിൽ ആവശ്യമില്ലാത്തത്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ രാജ്യം എന്ന ഒരു സങ്കല്പം അപ്രസക്തമാണ്. യേശു പഠിപ്പിച്ചു, എൻ്റെ രാജ്യം ഐഹികമല്ല. ഇനി ക്രൈസ്തവ രാജ്യം എന്ന് വിവക്ഷിക്കാവുന്ന സ്റ്റേറ്റുകൾ ഉണ്ടാകാൻ ലോകത്ത്. അങ്ങനെ ഒരു സ്റ്റേറ്റ് ഉണ്ടായിക്കൊണ്ട് അവിടുത്തെ ഭരണം ക്രിസ്ത്യാനി കൈയാളണം എന്ന് യാതൊരു നിബന്ധനയും ബൈബിളിലില്ല. ബൈബിൾ വായിക്കുന്ന, ബൈബിളിൻ്റെ അനുവാചകരായ, ബൈബിളിനെ ഏതെങ്കിലും നിലയിൽ അനുഗമിക്കുന്ന ചിലതരം ആളുകൾ ഒരു രാജ്യത്ത് കൂടുതലുണ്ടെങ്കിൽ അത് ക്രിസ്തീയ രാജ്യമെന്ന് അംഗസംഖ്യയുടെ അടിസ്ഥാനത്തിലോ നിയമപരമായോ ആ രാജ്യത്തിൻ്റെ നിയമപരമായോ പറയുന്നു എന്ന് കരുതി അവരുടെ പ്രവൃത്തിക്കോ പ്രവണതയ്ക്കോ ബൈബിളിലല്ല അർത്ഥം തേടേണ്ടത്. മറിച്ച് അവരുടെ പ്രവൃത്തി ആ രാജ്യത്തിൻ്റെ ഭരണഘടനയും നയവും നിലപാടും അതിനെ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നും ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഇനി നമുക്ക് ഈ പഴയ നിയമം പുതിയ നിയമം എന്നുള്ള ആ വിഭജനം യഥോചിതം പഠിക്കാം. അപ്പോൾ തന്നെ ബൈബിളിൻ്റെ പഴയ നിയമം സംബന്ധിച്ച്, ഭാഷ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ബൈബിളിൻ്റെ പഴയ നിയമം എഴുതിയ ഭാഷ എബ്രായ എന്ന് പറയും. എബ്രായ ഒരു സെമിറ്റിക് ഭാഷയാണ്. ഈ പദം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, സെമിറ്റിക് എന്നൊരു പദം. ആക്ച്വലി എന്താണ് ഈ സെമിറ്റിക് എന്ന് പറയുന്നത്? അത് ഒരാളിൻ്റെ പേരാണ് ഷേം. ഷേം എന്നറിയപ്പെടുന്ന നോഹയുടെ മകൻ്റെ സന്താന പരമ്പരകൾ ഉപയോഗിച്ചു വന്ന ആ സംസ്കാരത്തിൽപ്പെട്ട ഭാഷയാണ് സെമിറ്റിക് ഭാഷകൾ എന്ന് പറയുന്നത്. ഭാഷാപരമായിട്ട് അത് ജനിതകപരമായിട്ടുമൊക്കെ ഇതിന് ബന്ധമുണ്ടെങ്കിൽ കൂടി ഈ കുടുംബത്തിൽ പിറന്നു എന്ന് പറയുന്ന പല ഭാഷകൾക്കും കാര്യമായ ഒരു പരമ്പരാഗത മൂല്യവും ബന്ധവും ഈ സമുദായമായിട്ടില്ല എന്നുകൂടി പഠിക്കേണ്ടതുണ്ട്. അതല്ല പ്രസക്തമായ വിഷയം. എങ്കിലും പറയട്ടെ, എബ്രായ ഭാഷ ലക്ഷണമൊത്ത ഒരു സെമിറ്റിക് ഭാഷയാണ്. എന്ന് പറഞ്ഞാൽ നോഹയുടെ 3 മക്കളായ ഷേം, ഹാം, യാഫേത്ത് എന്നിവരിൽ ഷേമിൻ്റെ സന്താന പരമ്പരകൾ ഉപയോഗിച്ചു പോരുന്ന ഭാഷകളിൽ ഒന്നാണിത്. ഇതിൽ നിരവധി ഭാഷകളുണ്ട്. ഫിനീഷ്യൻ അതിലൊരു ഭാഷയാണ്, അരാമിക് അതിലൊരു ഭാഷയാണ്, ഹിമ്യറിക് അതിലൊരു ഭാഷയാണ്, അതുപോലെ സബായൻ അതിലൊരു ഭാഷയാണ്, മിനായിയൻ അതിലൊരു ഭാഷയാണ്. ഇങ്ങനെ നിരവധി ഭാഷകൾ ഇതിലുണ്ട്. അതിലൊരു ഭാഷയാണ് അറബിക്കും. പക്ഷേ സെമിറ്റിക് ഭാഷകളിൽ ഏറ്റവും ഒടുവിൽ രൂപപ്പെട്ടത് അറബിയാണ്. ഏറ്റവും ജൂനിയറായ ഒരു ലാംഗ്വേജ് എന്നാണ് അതിനെ വിശേഷിപ്പിക്കാൻ പറ്റുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല. അറബി സാഹിത്യം എന്നുള്ള ഏതെങ്കിലും ആധികാരിക കൃതി അതുമായി ബന്ധപ്പെട്ടാൽ അറബി ഭാഷയുടെ ചരിത്രം വളരെ എബ്രായ ഭാഷയ്ക്കും അരാമിക് ഭാഷയ്ക്കുമൊക്കെ വളരെ ജൂനിയറായിട്ടുള്ള, വളരെ നാൾക്ക് ശേഷമുണ്ടായിട്ടുള്ള ഒരു ഭാഷയാണ്. അപ്പോൾ അവിടെ തന്നെ അള്ളാഹുവിൻ്റെ ഒരു കള്ളി വെളിച്ചത്താവുകയാണ്. കാരണം അള്ളാഹു ഈ അറബിയായിട്ട് അടുത്ത് ബന്ധമുള്ള ഒരാളാണെന്നാണ് ഏറ്റവും ശ്രേഷ്ഠ ഭാഷയായിട്ടൊക്കെ ആളുകൾ കരുതുന്നുണ്ട്. പക്ഷേ അത് എബ്രായ ഭാഷയും ഗ്രീക്കും എല്ലാം കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. വളരെ ലേറ്റസ്റ്റായ ഒരു ലാംഗ്വേജാണ്. അപ്പോൾ അള്ളാഹു അടുത്ത കാലത്ത് മാത്രം പിറവി കൊണ്ട ഒരാളാണ് എന്ന് പറയേണ്ടി വരും. അല്ല, അള്ളാഹു കൊണ്ട് മുതലേ അറബിയായിരുന്നു, മനുഷ്യരടുത്ത കാലത്ത് അത് പഠിച്ചെന്ന് പറഞ്ഞാലും അർത്ഥമില്ല. കാരണം ആ ഭാഷയിലേക്ക് ഇതര ഭാഷകൾ വാക്ക് കൊടുത്തിട്ടുണ്ട്, ധാരാളം വാക്കുകൾ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പോകട്ടെ, എബ്രായ ഭാഷയിലേക്ക് തന്നെ വരാം. ഈ എബ്രായ ഭാഷയ്ക്ക് ആകപ്പാടെ ഉള്ളത് 10,000 വാക്കുകളാണ്. എന്ന് വെച്ചാൽ പദസമ്പത്ത് തീരെ കുറവുള്ള ഒരു ഭാഷ.
നമ്മുടെ ഇംഗ്ലീഷിൽ 7 ലക്ഷത്തിലധികം വാക്കുണ്ട്, ഗ്രീക്കിൽ 2 ലക്ഷത്തിലധികം വാക്കുണ്ട്. ഭാഷകളിലെ വാക്കുകളാണ് ആ ഭാഷയുടെ സാഹിത്യമേന്മ ഒക്കെ തീരുമാനിക്കുന്നതിൽ, വ്യാകരണതലമൊക്കെ തീരുമാനിക്കുന്നതിൽ വാക്കുകൾ വലിയ പങ്ക് വഹിക്കുന്നു. ഒരു വാക്ക് ഇവിടെ എങ്ങനെ ചേർക്കണം എന്നതൊക്കെ വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലോ. അങ്ങനെയെങ്കിൽ വാക്കുകൾ പരിമിതമായ ഒരു ഭാഷ, ആ ഭാഷയ്ക്കകത്ത് 22 അക്ഷരങ്ങളും അതിൽ 10,000 വാക്കുകളേ ഉള്ളൂ. നമ്മുടെയൊക്കെ ഭാഷകളിൽ നിന്ന് വിഭിന്നമായിട്ട് വ്യാകരണ സിദ്ധാന്തങ്ങൾക്കും ചില പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഭൂതകാലമുണ്ട്, ഭാവികാലമുണ്ട്, വർത്തമാനകാലമുണ്ട്. എബ്രായ ഭാഷയിൽ അങ്ങനെ ഭൂത, ഭാവി, വർത്തമാനകാലങ്ങളില്ല. ചിലതരം കൺസെപ്റ്റുകളാണ് ആ ഭാഷയെ ജീവോന്മുഖമാക്കുന്നത്, അതിനെ ജീവസുറ്റതാക്കുന്നത്. മാത്രമല്ല ഇതൊരു ചാൻഡിങ്, അതായത് മന്ത്രോച്ചാരണം പോലെ ഉച്ചരിക്കാൻ പറ്റുന്ന ഒരു മ്യൂസിക്കൽ ലാംഗ്വേജാണ്. കേട്ടാൽ സംഗീതാത്മകത തോന്നും. നമ്മുടെ തൃശ്ശൂർ ഭാഗത്തുള്ള സഹോദരങ്ങൾ മലയാളം ഉദ്ധരിക്കുമ്പോൾ കേൾക്കുന്ന ഒരു സംഗീതാത്മകത പോലെയാണ് മൊത്തത്തിൽ എബ്രായ ഭാഷ കേട്ടുകഴിഞ്ഞാൽ. അറബിക്കും ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഈ അറബിക്കായാലും എബ്രായ ആണെങ്കിലും അരാമിക്കാണെങ്കിലും അതിൻ്റെ കേൾവി ഭയങ്കര സുഖകരമാണ്. കാരണം അത് മ്യൂസിക്കലാണ്. അപ്പോൾ ഈ ഭാഷകളിൽ പഴയ നിയമം എഴുതിയിട്ടുള്ളത് എബ്രായ ഭാഷയിലാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. 10,000 വാക്കും 22 അക്ഷരങ്ങളുമുള്ള 3 അക്ഷരങ്ങൾ കൊണ്ട് ക്രിയാപദങ്ങളെ തീർക്കുന്ന ഈ ഭാഷ താരതമ്യേന ഏതാണ്ട് വാക്കുകൾക്ക് പരിമിതിയുള്ള, ദാരിദ്ര്യമുള്ള ഒരു ഭാഷ. ആ ഭാഷയിൽ നിന്നാണ് 39 പുസ്തകങ്ങളടങ്ങുന്ന പഴയ നിയമം രൂപപ്പെടുന്നത്. ഇനി പുതുനിയമത്തിലേക്ക് വന്നാൽ നേരെ വിഭിന്നമാണ്. അത് സെമിറ്റിക് അല്ല, ഏതാണ്ട് ഇൻഡോ യൂറോപ്യൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന കുടുംബത്തിൽ പിറന്ന ഗ്രീക്കാണ് അതിൻ്റെ ഭാഷ. അതിന് കാരണമുണ്ട്. ഈ ഗ്രീക്ക് ഭാഷ പുതുനിയമ കാലഘട്ടത്തിൽ ലോകഭാഷയായിരുന്നു. ഇന്ന് ഇംഗ്ലീഷ് നേടിയെടുത്ത മേധാവിത്വം അന്ന് ഗ്രീക്ക് ഭാഷ നേടിയെടുത്തിരുന്നു. ലിംഗ്വ ഫ്രാങ്ക്വ ഓഫ് ദ ഏൻഷ്യൻ്റ് വേൾഡ് ആയിരുന്നു ഗ്രീക്ക് എന്നറിയപ്പെടുന്നത്. പൗരാണികമായ ആ ലോകത്തിൻ്റെ മുഖ്യ സമ്പർക്ക ഭാഷ, ഇന്ന് ഇംഗ്ലീഷ് പോലെ പ്രയോഗിക്കപ്പെട്ട ഭാഷ. ആ ഭാഷയിലാണ് പുതുനിയമം എഴുതപ്പെടുന്നത്. ഇവിടെ ഒരു പ്രശ്നം സാധാരണഗതിയിൽ മുസ്ലിങ്ങൾ ഉദ്ധരിക്കാറുണ്ട്. യേശുവിൻ്റെ ഭാഷ ഏതാ? അരാമിക്ക്. പിന്നെ പുതിയ നിയമം എന്തിനാണ് ഗ്രീക്കിൽ വന്നത്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമായി തോന്നും. പക്ഷെങ്കിൽ ഒരു പ്രസക്തി ആ ചോദ്യത്തിനില്ല. അതിൻ്റെ കാരണം ഏത് ഭാഷ എന്നുള്ളതിലല്ല, മറിച്ച് ഒരു കാര്യം ആഖ്യാനം ചെയ്യുമ്പോൾ ഏത് ഭാഷയാണ് കേൾവിക്കാരന് കൂടുതൽ കാര്യം മനസ്സിലാകുന്നത്. അതാണ് അള്ളാഹുവിൻ്റെ ഒരു പരാജയം. അള്ളാഹു ആകെപ്പാടെ അറബി മാത്രമേ അറിയുള്ളൂ. ഞാൻ പലപ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈസ ആകട്ടെ അക്ബർ സാഹിബ് ആകട്ടെ തുടക്കമെല്ലാം അറബിക്കിൽ പറയും. ഞങ്ങൾ ഈ അടുത്ത കാലത്ത് ഒരു മുസ്ലിം ബുക്ക് സ്റ്റാളിൽ ചെന്നു. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു മാന്യദേഹം ആദ്യം ഞങ്ങൾക്ക് കുറേ അറബി പദങ്ങൾ പറഞ്ഞു തന്നു. അതായത് അസ്സലാമു അലൈക്കും എന്ന് പറയണം, സമാധാനം ഉണ്ടാകട്ടെ എന്നതിന് അർത്ഥമുള്ളൂ എന്ന്. അപ്പം ഞങ്ങൾ ചോദിച്ചു, അത് മലയാളത്തിൽ പറഞ്ഞ സമാധാനം ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഒക്കൂലേ? അറബിക്ക് മാത്രമേ പറഞ്ഞാൽ ഒക്കൂ എന്നതിൻ്റെ മാനദണ്ഡം എന്താ? അദ്ദേഹത്തിന് ഉത്തരവില്ല, ക്ഷുഭിതനാകാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ ആ സംഭാഷണം തുടർന്നില്ല. പറഞ്ഞു വെച്ചത്, ഈ അറബി ഭാഷയ്ക്ക് പുറത്ത് കമ്മ്യൂണിക്കേഷൻ അറിയാത്ത അള്ളാഹുവിനെ പോലല്ല ബൈബിളിലെ ദൈവം. കാരണം മനുഷ്യനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മനുഷ്യൻ്റെ ഭാഷ സ്വീകരിക്കേണ്ടത് ഒരാവശ്യകതയാണ്. അതുകൊണ്ട് പുതിയ നിയമം എഴുതിയത് അന്ന് ലോകത്തെല്ലായിടത്തും പ്രചാരത്തിലിരുന്ന ഗ്രീക്ക് ഭാഷയിലാണ്. അപ്പോൾ ഗ്രീക്ക് ഭാഷയിൽ എഴുതി, ഗ്രീക്ക് ഭാഷയുമായി ബന്ധപ്പെട്ടുള്ള ചില വിശകലനങ്ങൾ കൂടി ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ഏതായാലും ഇന്ന് നമ്മുടെ പഠനത്തിലേക്ക് വന്നിട്ടുള്ള ആളുകൾക്ക് ഇതൊരു പൊതുമുഖവുര എന്ന നിലയിൽ പറയട്ടെ. 1-ാം നൂറ്റാണ്ടിലെ ഗ്രീക്കിൽ തന്നെ ഈ പുസ്തകങ്ങൾ എഴുതിയതുകൊണ്ട് യേശുവിൻ്റെ അരാമിക്കിലുള്ള പ്രസംഗങ്ങൾ, പഠിപ്പിക്കലുകൾ, യേശുവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇവയൊക്കെ അരാമിക്കിൽ സുഹൃത്തുക്കൾ കേൾക്കുകയും അത് ഗ്രീക്കിൽ മൊഴിമാറ്റം ചെയ്ത് മുഴുലോകത്തിനും മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ അയക്കുകയും ചെയ്തപ്പോൾ ബൈബിളിൻ്റെ എഴുത്തും അതിൻ്റെ ചിന്താപരതയും അതിൻ്റെ ജനസ്വാധീനവും എത്ര പ്രസക്തമായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ പഴയ നിയമം ഹീബ്രുവിൽ എഴുതിയപ്പോൾ പുതു നിയമം ഗ്രീക്കിൽ എഴുതി. ഗ്രീക്കാകട്ടെ 2 ലക്ഷം വാക്കുകളുള്ള ഒരു വലിയ അന്നത്തെ കാലത്തെ സമ്പന്ന ഭാഷ തന്നെയാണ്. ധാരാളം പദസമ്പത്ത് അതിലുണ്ട്. മാത്രമല്ല സോക്രട്ടീസിൻ്റെ ഭാഷയാണതേ. ആ ഭാഷയാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ് ലോകത്തെ വെട്ടിപ്പിടിക്കാൻ ഉപയോഗിച്ചത്. ആ ഭാഷയ്ക്കാണ് വാസ്തവത്തിൽ പൈതഗോറസും അതുപോലെ തന്നെ പ്രമുഖരായ പല തത്വചിന്തകന്മാർ സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ ഇവയൊക്കെ ഉപയോഗിച്ചത്. തത്വചിന്തയ്ക്കും ഗണിതത്തിനും ഈ ഭാഷ കൊടുത്ത സംഭാവന വളരെ വലുതാണ്. ആരോഗ്യശാസ്ത്ര രംഗത്ത് ഈ ഭാഷ കൊടുത്ത സംഭാവന വലുതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ആരോഗ്യശാസ്ത്രത്തിലെ പല പദങ്ങളും, മെഡിസിനുമായി ബന്ധപ്പെട്ടുള്ള പല പദങ്ങളും ഗ്രീക്കാണ്. ഫാർമക്കോയ്യ, ഫാർമസിയായിട്ട് ബന്ധപ്പെട്ട പദമാണ്. മയക്കുക എന്നർത്ഥമുള്ളൊരു പദമാണ്. ബൈബിൾ പറയുന്നു, ഞാൻ നിൻ്റെ ഹൃദയത്തെയും ഉൾപ്പൂവുകളെയും ആരായുന്ന ദൈവം, ഞാൻ നിൻ്റെ കാർഡിയായെയും നെഫ്രോണിനെയും അറിയുന്ന ദൈവം എന്ന് ഗ്രീക്കിൽ കിടക്കുന്നു. കാർഡിയ ഹൃദയമാണ്. ന്യൂറോ, ഇങ്ങനെ ഈ പ്രയോഗങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പൈഡിയ ചിൽഡ്രൻ ആണ്. അതിൽ നിന്നാണ് പീഡിയാട്രീഷ്യൻ എന്ന പദം ഉണ്ടാകുന്നത്. ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള സകല പഠനങ്ങളിലും നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്ന ലോഗോസ്, ലോജി എന്നറിയപ്പെടുന്ന പദം ഉണ്ടല്ലോ, അതും ഗ്രീക്ക് ശബ്ദമാണ്.
ഗ്രീക്ക് ഒരു കാലഘട്ടത്തിൽ മനുഷ്യ സമൂഹത്തിൻ്റെ ചിന്താശേഷിയുടെയും വിജ്ഞാനത്തിൻ്റെയും ഗണിതബോധത്തിൻ്റെയും ഒക്കെ നിർമ്മാണപരമായ മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ നിർമ്മിച്ചതിൽ വലിയ പങ്ക് വഹിച്ച ഒരു ഭാഷയാണ്. ആ ഭാഷയിലാണ് പുതുനിയമം എഴുതിയത്. അതുകൊണ്ട് 1-ാം നൂറ്റാണ്ടിലെ ലോകത്തിൻ്റെ പലയിടങ്ങളിൽ ആ ഭാഷയിൽ എഴുതപ്പെട്ട പുതുനിയമം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു. അത് കേൾക്കാൻ ആളുകളുണ്ടായി, അത് പ്രസംഗിക്കുമ്പോൾ കേൾക്കാൻ ആളുകളുണ്ടായി. ഞാൻ എന്തിനാണ് പറഞ്ഞത്? ബൈബിളിൻ്റെ ഭാഷ. ഈ ഭാഷ മഹത്തരമാണ്, അത് ശ്രേഷ്ഠമാണ്. അങ്ങനെ വ്യത്യസ്തങ്ങളായ 2 ഭാഷയിലാണ് ബൈബിളിൻ്റെ പിറവി എന്ന് ഓർക്കണം. അപൂർവമായിട്ട് എബ്രായ ഭാഷയോട് സാമ്യമുള്ള അരാമിക് ഭാഷയിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഭാഷ അതും സെമിറ്റിക് കുടുംബമാണ്. അപ്പോൾ സെമിറ്റിക് കുടുംബത്തിൽപ്പെട്ട എബ്രായ അത് എഴുതുന്നത് റൈറ്റ് ടു ലെഫ്റ്റ് ആണ്, വലത്തു നിന്ന് ഇടത്തോട്ടാണെങ്കിൽ. ഗ്രീക്ക് എഴുതുന്നത് ഇടത്തു നിന്ന് വലത്തോട്ടാണ്. അങ്ങനെ നമ്മൾ പഠിച്ച പല പദങ്ങളും ഗ്രീക്കിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഹീബ്രു ഏതാണ്ട് അതുപോലെ രസാവഹമായ ഒന്നാണ്. ഈ 2 ഭാഷകളിൽ എഴുതപ്പെട്ട പുസ്തകം മൊഴിമാറ്റം ചെയ്യുന്നതിനോ പകർപ്പെടുക്കുന്നതിനോ ആളുകളെ എത്തിക്കുന്നതിനോ തടസ്സമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ പതിവായി പറയുന്ന ഒരു കാര്യം, ആളുകൾ കേട്ടുള്ള ഒരു കാര്യം ഒന്ന് ആവർത്തിക്കുന്നതിൽ ക്ഷമിക്കണം. മുസ്ലിങ്ങളുടെ ഇന്നത്തെ ഏറ്റവും വലിയ വാദം എന്ന് പറയുന്നത് ഈ ബൈബിൾ തിരുത്തി എന്നാണ്, മാറ്റത്തിരുത്തലുകൾ വരുത്തി. നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, സുഹൃത്തെ ഇത് എന്നാണ് മാറ്റത്തിരുത്തൽ വരുത്തി? ഒരു കാലഘട്ടം പറയാമോ? ഉത്തരവില്ല. അപ്പോൾ നമ്മൾ ചോദിക്കുക, അങ്ങനെയെങ്കിൽ ഈ മാറ്റത്തിരുത്തലുകൾ വരുത്തി എന്ന് മുഹമ്മദ് എന്താണ് പറയാത്തത്? അന്ത്യപ്രവാചകൻ അദ്ദേഹമല്ലേ? മാത്രമല്ല 17 ആയത്തുകളിലൂടെ അദ്ദേഹം ബൈബിളിൻ്റെ ആധികാരികത സമ്മതിക്കുന്നു. പൂർവ്വവേദം എന്ന് പറഞ്ഞ് ബൈബിളിനെ അദ്ദേഹം അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു. അപ്പോൾ മുഹമ്മദ് സ്വീകരിച്ച 17 ആയത്തുകളിലൂടെ അള്ളാഹു സമ്മതിച്ച ഒരു പുസ്തകത്തെ അക്ബർ സാഹിബും കൂട്ടരും എതിർക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ മുഹമ്മദിനെ പഠിപ്പിക്കുകയാണോ അള്ളാഹുവിനെ പഠിപ്പിക്കുകയാണോ? മുഹമ്മദ് സ്വീകരിച്ച അതേ വിശ്വാസമാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾക്ക് ബൈബിളിനെ തള്ളാനാവില്ല, ബൈബിളിനെ കൊള്ളാനുമാവില്ല കേട്ടോ. കാരണം ബൈബിൾ വെച്ചുകൊണ്ട് ഒരാൾക്ക് ഒരിക്കലും മുഹമ്മദിനെ പ്രോഫറ്റായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. യഥാർത്ഥ ബൈബിൾ വിശ്വാസിക്ക് മുഹമ്മദിനെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ശരാശരിക്കാരനായ ഒരു മനുഷ്യൻ എന്ന നിലയിൽ പോലും കാണാൻ കഴിയാത്ത വിധമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പറയട്ടെ, ബൈബിള് പഠിക്കുന്ന ഒരാൾ, അതിൻ്റെ വിശ്വാസംഹിതകളെക്കുറിച്ച് ആരായുന്ന ഒരാൾ ഈ ചരിത്രം കൂടി പഠിക്കണം. അവിടെ നിങ്ങൾക്ക് മനസ്സിലാകും ബൈബിൾ ഖുറാനേക്കാൾ എല്ലാ അർത്ഥത്തിലും ശ്രേഷ്ഠവും മഹനീയവുമായ ഒരു കൃതിയാണ്. ആ കൃതി മുമ്പോട്ട് വെക്കുന്ന മനുഷ്യ ജീവിതത്തിൻ്റെ സ്നേഹവും സഹനവും ത്യാഗവും എല്ലാം ഉണ്ട്. അത് കൃത്യം ഓൾഡ് ടെസ്റ്റമെൻറ്റിലും ന്യൂ ടെസ്റ്റമെൻറ്റിലും ഒരുപോലെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി പറയട്ടെ, ഈ ഓൾഡ് ടെസ്റ്റമെൻറ്റിലേക്ക് നമുക്കൊന്ന് വരാം. ഞാൻ 2 ഭാഷ സംബന്ധിച്ചാണ് 2 വിധത്തിലും പറഞ്ഞത്. ഓൾഡ് ടെസ്റ്റമെൻറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ വിളിക്കുന്ന പഴയ നിയമത്തെ യഹൂദന്മാർ വിളിച്ചിരുന്ന ഒരു പേരുണ്ട്. അത് തനാക്ക് എന്നായിരുന്നു. തനാക്ക് എന്ന് വിളിക്കാൻ കാരണം ആദ്യത്തെ 5 പുസ്തകങ്ങളെ തോറ എന്നാണ് എബ്രായ ഭാഷയിൽ പറഞ്ഞു വന്നത്. അതിൻ്റെ അർത്ഥം ദ ലോ എന്നാണ്, ന്യായപ്രമാണം. ന്യായപ്രമാണം എന്ന് വിളിക്കുന്ന 5 പുസ്തകങ്ങൾ. അതിനുശേഷം പ്രവാചക പുസ്തകങ്ങളുണ്ട്. ബൈബിളിലെ ചരിത്ര പുസ്തകങ്ങളും പ്രവാചകന്മാരുടെ പേരിനാൽ അറിയപ്പെട്ട പുസ്തകങ്ങളും ഒക്കെ ചേർന്നുകൊണ്ട് പ്രവാചക പുസ്തകങ്ങൾ അഥവാ നബീം എന്ന് വിളിക്കപ്പെട്ടു. നബീമിന് ശേഷം വരുന്ന സങ്കീർത്തനങ്ങളും സദൃശവാക്യങ്ങളും സഭാപ്രസംഗിയും ഉത്തമഗീതവും പോലെയുള്ള കാവ്യസ്വഭാവമുള്ള പുസ്തകങ്ങളാണ് അടുത്ത നിരയിൽ. അതിനെ കെത്തുബീം എന്ന് വിളിച്ചു വന്നു. കിതാബ് എന്നറിയപ്പെടുന്ന ഹിന്ദി പദവും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്, ബന്ധമുണ്ട്. അപ്പോൾ കെത്തുബീം എന്ന് പറയുന്ന ആ വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരം എടുക്കുക, ഓരോന്നിൻ്റെ എടുക്കുക. തോറയുടെ തായും നബീമിൻ്റെ നായും കെത്തുബീമിൻ്റെ കായും എടുത്തുകൊണ്ട് തനാക്ക് എന്ന് ഉച്ചരിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ തോറ, നബീം, കെത്തുബീം എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണവും പ്രവാചകന്മാരും സങ്കീർത്തനങ്ങളും. യേശുവും ഈ വിഭജനം നടത്തിയിരുന്നു. എന്നെക്കുറിച്ച് ന്യായപ്രമാണത്തിലും സങ്കീർത്തന കൃതികളിലും അതുപോലെ ജ്ഞാനസാഹിത്യം അതായത് കാവ്യസാഹിത്യത്തിലും എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ പഴയ നിയമം മുഴുവൻ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കുന്നു. അധപ്പതിക്കപ്പെട്ടു പോയ മനുഷ്യ സമൂഹത്തിന് ഒരു ഉദ്ധാരകൻ, ഒരു റിഫോർമർ, ഒരു റിഡംഡർ അദ്ദേഹം വരാൻ പോകുന്നു. അദ്ദേഹത്തിൻ്റെ റിഡംജീവ് വർക്ക് സംഭവിക്കാൻ പോകുന്നു. അങ്ങനെ സംഭവിക്കാൻ പോകുന്നു എന്ന് പറയുന്നിടത്ത് അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതാണ് പുതുനിയമം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പഴയ നിയമം മുഴുവൻ ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിക്കുന്നു. ഒരുവൻ വരുന്നു, ഞങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി, മാനവ സമൂഹത്തിൻ്റെ ഉദ്ധാരണത്തിനായി ഒരുവൻ വരുന്നു. പുതുനിയമം പറഞ്ഞു അവൻ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ 2 സന്ദേശങ്ങളെ കോർത്തിണക്കിക്കൊണ്ടാണ് വാസ്തവത്തിൽ ക്രിസ്ത്യാനിറ്റി നിലകൊള്ളുന്നത്. അതിൻ്റെ സാക്ഷ്യവും പ്രസംഗവും ഒക്കെ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ മുഖവുര പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ കൂടുതൽ കാര്യക്ഷമതയോടെ അടുത്ത ക്ലാസ്സിലേക്ക് വരാം. ഞാൻ ഖുറാനെ പറ്റിയും ഇത്തരം കാര്യങ്ങൾ ആമുഖമായിട്ട് അടുത്ത ക്ലാസ്സിൽ പറയുന്നത് എല്ലാവർക്കും പ്രയോജനപ്രദമാകും. അതുവരെ ഈ വചനം നിങ്ങൾ ശാന്തമായി കേട്ട ഏവർക്കും നന്ദി. ഒപ്പം ഈ വചനം പഠിക്കുന്ന നിങ്ങൾക്ക് അനുപമനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പാതാരബിന്ദങ്ങളിൽ അടുത്തു വന്നു അവിടുത്തെ സ്നേഹവും സ്വാന്തനവും ആശ്വാസങ്ങളെയൊക്കെ പ്രാപിക്കുവാൻ ദൈവം കൃപ നൽകട്ടെ, കരുണ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവെപ്പോലെ ആരാധ്യനായ ഒരാളില്ല, അനുഗമിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിത്വമില്ല. മനുഷ്യൻ എക്കാലഘട്ടത്തിലും അനുഗമിക്കാൻ കൊള്ളാവുന്ന അത്യുജ്വലനായ ഈ ദൈവകുമാരനെ
നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ നിർത്തട്ടെ. യേശുവിൻ്റെ സാന്നിധ്യവും കൃപയും ഈ വചനം കേൾക്കുന്ന ഏവരോടും കൂടെ ഇരിക്കട്ടെ. ദൈവസാന്നിധ്യത്തിൻ്റെ മറവിൽ അവിടെ നമ്മളെ സൂക്ഷിക്കട്ടെ. ഇത് കേട്ട എല്ലാവരുടെയും മീതെ ദൈവകൃപ വന്നുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയിൽ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.